Afternoon. Now we will continue. Okay, this. In last lesson, yesterday, what we have learned, we know that. Can you hear? Okay. Yesterday, huh? Okay. Yes. Yesterday we have learned that map reading. Now we know that how to read the map, and we know that what is the meaning of scaling, isn't it? And now we understood that how to recognize, otherwise how to find out the exact location of a place in the map. And that also, what is the meaning of, what do you mean by atlas? That is also we know, isn't it? And then what is the map reading, globe, atlas, that all we have discussed yesterday. And today we have to take page number 69, reading maps. Reading maps. See that yesterday Rajiv found that where is the that Qutub Minar situated in Delhi, isn't it? Today in the evening, Rajiv asked his mother whether he can go to the park in his locality to play with his friends. ഇല്ലേ, നമ്മളൊക്കെ കളിക്കത്തില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഇല്ലേ? സ്കൂൾ ടൈമിങ് കഴിയുമ്പോൾ കുറച്ച് സമയം നമ്മൾ പാർക്കിലൊക്കെ ചെന്നൊന്നും കളിക്കത്തില്ലേ? അതുപോലെ രാജീവ് എന്താ ചെയ്യുന്നേ? ഇൻ ദി ഈവനിങ് രാജീവ് ആസ്ക് ഹിസ് മദർ, എവിടെ പോകാനാ ചോദിക്കുന്നത്? വെദർ ഹി ക്യാൻ ഗോ ടു ദ പാർക്ക് ഇൻ ഹിസ് ലൊക്കാലിറ്റി ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. പേജ് നമ്പർ 69 ആണ് മിസ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇപ്പൊ പാർക്കിൽ പോകുന്നു ചോദിക്കപ്പോ ഇപ്പൊ നിങ്ങളുടെ അമ്മയാണെ പേരൻസ് ചോദിക്കത്തില്ലേ എങ്ങനെയാ പോകുന്നത്, ആരൊക്കെയാ ഫ്രണ്ട്സ്, അവിടെ ആരൊക്കെ വരും, അതെ ഒറ്റയ്ക്കാണോ പോകുന്നത്, എങ്ങനെയാ പോകുന്നത് ചോദിക്കത്തില്ലേ? അതുപോലെ രാജീവ്സ് മദർ ഈസ് ആസ്കിങ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹൗ വിൽ യു ഗോ ടു ദ പാർക്ക്, ഡു യു നോ ദ വേ, എങ്ങനെയാ പോകുന്നത്, ആ പ്ലേസ് അറിയാവോ? എന്താ പറയുന്നത്? ഐ ഹാവ് എ മാപ്പ് ഓഫ് അവർ ലൊക്കാലിറ്റി വിത്ത് ഓൾ ദ ഫേമസ് ലാൻഡ്മാർക്സ്. എന്താ ഉള്ളത് രാജീവിന്റെ കയ്യില്? ഒരു മാപ്പ് ഉണ്ട്. I have a map of our locality with all the famous landmarks. I can reach the park easily with the help of the map. ഇല്ലേ, അങ്ങനെ രാജീവ് മാപ്പ് കൊണ്ട് പോവുകയാണ്. Where he is going? He is going to park. Okay, then see that someone puzzle is there. Listen that one picture next to page 70. Let us take a look. See that the shortest route ആണ്, shortest route that Rajiv can take to reach the park from his home. It is a new place, exact place he don't know. That's why he is searching and going. Okay, now see that Rajiv, അപ്പോ രാജീവിന് ആ പാർക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം, എക്സാക്ട് പ്ലേസ് അറിയത്തില്ല, റൂട്ട് ഒന്നും അറിയത്തില്ല. അങ്ങനെ രാജീവിന്റെ കയ്യിൽ മാപ്പുമായിട്ട് രാജീവ് പോവുകയാണ്, അല്ലേ? ഹി ഷോർട്ടസ്റ്റ് റൂട്ട് ദാറ്റ് രാജീവ് ക്യാൻ ടേക്ക് ടു റീച്ച് ദ പാർക്ക്. അതെ, ഇതൊരു ആ പിക്ചറിൽ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? ഹോമിന്റെ എല്ലാ പ്ലേസസിന്റെ ഒക്കെ ഇടയ്ക്ക് പോകുന്ന പാർക്കിന് അടുത്തുള്ള പ്ലേസസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? രാജീവിന്റെ ഹൗസ് ഇതേ കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട്, അത് കഴിഞ്ഞൊരു മിൽക്ക് ബൂത്ത് ഉണ്ട്, ദെൻ പിന്നെ എന്തോ വേറൊരു സൈഡിൽ പോകുമ്പോ ഒരു ചർച്ച് ഉണ്ട്, പിന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, സ്കൂളുണ്ട്, പിന്നെ പാർക്കുണ്ട്. ഇങ്ങനെ പല ഹോമിന്റെ എല്ലാ സൈഡിലും ഓരോരോ ബിൽഡിങ്സുകളുണ്ട്. അപ്പൊ രാജീവിന് ആക്ച്വലി എവിടെയാ പോണ്ടേ? പാർക്കിലാ പോണ്ടേ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, രാജീവ് വാക്ക് സ്ട്രേറ്റ്, ചോദിക്കുകയല്ല, പറയാണ് രാജീവ് ഇപ്പം പാർക്കിലോ എത്താൻ പോവുകയാണ്. സംഘത്തിന്റെ പൈസ ഇടാനുണ്ട്. ശാലിജീസിനെ വിളിച്ചു പറയാം. എനിക്ക് ഇന്ന് വിളിക്കണ്ട, നാളെ പോകുമ്പോ ഇതിലെ വന്ന് ബുക്ക് മേടിച്ചോണ്ട് പോകാൻ പറയാം. അല്ലെങ്കിൽ ഇന്ന് വിളിച്ചാ ശാലിജീച്ചി ഫോൺ എടുത്താലും മറന്നു പോകും. നാളെ വന്ന് ആര് Rajiv starts his walk and Rajiv walks straight from his house. At the first, see that രാജീവിന്റെ ഹൗസ് എവിടെയാണ് നമുക്കറിയാം, ഇല്ലേ? ആ ടോപ്പ് കോർണറില് രാജീവിന്റെ ഹൗസിൽ നിന്ന് രാജീവ് വാക്ക് സ്ട്രേറ്റ് ഫ്രം ഹിസ് ഹൗസ്
And at the first crossing, he takes a left turn and walks straight. അപ്പൊ ആദ്യം രാജീവ് വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ? രാജീവ് walks straight from his house. നേരെ ഇറങ്ങി. എന്നിട്ട് എന്താ എങ്ങോട്ടാ പോയെ? At the first crossing, he takes a left turn and walks straight. അപ്പൊ ആദ്യം ഫസ്റ്റ് ക്രോസിംഗിന്റെ അവിടെ എത്തി ആണല്ലോ. ഫസ്റ്റ് ക്രോസിംഗിന്റെ അവിടെ എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ടാ, സ്ട്രേറ്റ് ഫ്രം ഹിസ് ഹൗസ്. അപ്പൊ ഹൗസിൽ നിന്ന് ഇവിടെ ക്രോസിംഗിന്റെ അവിടെ എത്തി കാണുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട്, അറ്റ് ദ ഫസ്റ്റ് ക്രോസിംഗ് ഹി ടേക്സ് എ ലെഫ്റ്റ്, എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ട് വരികയാണ്. ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക് സ്ട്രേറ്റ്. അഗെയിൻ ഹി ഈസ് വാക്കിംഗ് സ്ട്രേറ്റ്. ദെൻ അറ്റ് ദ സെക്കൻഡ് ക്രോസിംഗ്, അന്നേരം അവിടെ ഒരു സെക്കൻഡ് ക്രോസിംഗ് കണ്ടല്ലോ. സെക്കൻഡ് ക്രോസിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ്. അതിട്ട് അവിടെ അറ്റ് ദ സെക്കൻഡ് ക്രോസിംഗിൽ എന്താ കണ്ടേ? ഹി ഫൈൻഡ്സ് എ മിൽക്ക് ബൂത്ത്. കാണുന്നുണ്ടോ അവിടെ ഒരു മിൽക്ക് ബൂത്ത് അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ റൈറ്റ് സൈഡ് കാണുന്നില്ലേ? ആ, മിൽക്ക് ബൂത്ത് കാണുന്നു. ടു ഹിസ് ലെഫ്റ്റ്. അപ്പൊ രാജീവ് അവിടുന്നാ വരുന്നത്. അന്നേരം ലെഫ്റ്റ് സൈഡിൽ ഒരു മിൽക്ക് ബൂത്ത് കണ്ടു. ഹിയർ ഹി ടേക്സ് എ റൈറ്റ് ടേൺ. അവിടെ വന്നിട്ട് അപ്പൊ മിൽക്ക് ബൂത്തിന്റെ അവിടെ വന്നിട്ട് ഹി ടേക്സ് എ റൈറ്റ് ടേൺ. ഓക്കെ, എന്നിട്ട് റൈറ്റിലോട്ട് തിരികെ കണ്ടല്ലോ. എന്നിട്ട് ഇനി എങ്ങനെ? ഹി ഗോ സ്ട്രേറ്റ്, കുറച്ചുകൂടി മുന്നിലോട്ട് നടന്നു. ആൻഡ് ടേക്സ് ദ ഫസ്റ്റ് ടേൺ. അപ്പൊ അവിടെ നിന്നപ്പോ തന്നെ ഏകദേശം പാർക്ക് കാണാൻ. ദെൻ ടേൺ ടു ദ ലെഫ്റ്റ് ടു റീച്ച് ദ പാർക്ക്. പാർക്കിലെത്തി. അപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാ? ഹോം മേളിൽ ടോപ്പ് സൈഡിൽ നിന്നും അവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാ വന്നേ? ഫസ്റ്റ് സ്ട്രേറ്റ് വന്നു, ഫസ്റ്റ് ക്രോസിംഗ് ലെഫ്റ്റ് ടേൺ ചെയ്തു. അഗൈൻ ഹീസ് വാക്കിംഗ് സ്ട്രേറ്റ്. അപ്പൊ അവിടെ ഒരു മിൽക്ക് ബൂത്ത് കണ്ടു. മിൽക്ക് ബൂത്തിന്റെ അവിടുത്തെ ക്രോസിംഗിൽ നിന്ന് വീണ്ടും സ്ട്രേറ്റിലോട്ട് നടന്നു. അവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുത്തപ്പോ പാർക്ക് കാണാം അല്ലെ? ഹി ഗോ സ്ട്രേറ്റ് ആൻഡ് ടേക്സ് ദ ഫസ്റ്റ് ടേൺ ടു ദ ലെഫ്റ്റ് ടു റീച്ച് ദ പാർക്ക്. അങ്ങനെ രാജീവ് ഇപ്പൊ എവിടെ എത്തി? പാർക്കില് എത്തി. നമ്മളും അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഈ സംടൈംസ് വി ഹാവ് ടു ഗോ ടു സംവെയർ. ന്യൂ പ്ലേസസ് ആയിരിക്കും. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നത്? ആരുടെയെങ്കിലും അടുത്ത് ചോദിക്കും ഇല്ലേ? അഡ്രസ് കൊടുത്തിട്ട് ഇത് അറിയാവോ, അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സ്കൂളിൽ നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്ലേസിൽ പോവുകയാണ്, നമ്മൾ ചോദിക്കും. തിരക്കതില്ലേ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത്? അതുപോലെ രാജീവിന് ഇപ്പൊ മാപ്പ് ഉള്ളത് കൊണ്ട് രാജീവ് ആരുടെ സഹായവും ഇല്ലാതെ രാജീവ് തന്നെ ലെഫ്റ്റും റൈറ്റും ടേണും ഒക്കെ എടുത്ത് ക്രോസിംഗും ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫൈനലി വെയർ ഹി വെൻ ആൻഡ് ഹി റീച്ച് ദ പാർക്ക്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? സ്ട്രൈറ്റ് പഠിച്ചു, പിന്നെയോ ഫസ്റ്റ്, ദെൻ ടേൺ, വീണ്ടും ലെഫ്റ്റ് ടേൺ, സ്ട്രൈറ്റ്, second crossing, he finds a milk booth and the left, again right turn, then again straight, and then first turn, then reach the park, left to reach the park. അപ്പൊ ഇതിലിപ്പോ നമ്മള് എന്തൊക്കെയാ കണ്ടേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പേജ് നമ്പർ മിസ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കൽ എറർ കാരണം. അതല്ലേ മിസ് ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തന്നെ നിങ്ങൾക്ക്. ഓക്കെ, ഇതിപ്പോ നമുക്കിത് പഠിക്കാം. ഇപ്പൊ നോക്കിക്കേ. അപ്പൊ അന്നേരം എവിടെ വരേണ്ടത്? ഒന്ന് മിസ് കാണിക്കുകയാണേ, കാണാന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് രാജീവിന്റെ ഹോം അല്ലേ? രാജീവ് ആ ഹോമിൽ നിന്ന് എങ്ങോട്ടാ വന്നേ? സ്ട്രേറ്റ് വന്നു. സ്ട്രേറ്റ് വന്നിട്ട് അവിടുന്ന് എവിടെ വന്നു? അവിടുന്ന് ഇങ്ങനെ നടന്ന് വന്ന് സ്ട്രേറ്റ് വന്നിട്ട് ഫസ്റ്റ് ക്രോസിംഗ് ആയി, സെക്കൻഡ് ക്രോസിംഗ് ആയി. അവിടെ ഒരു മിൽക്ക് ബൂത്ത് കണ്ടു. അവിടുന്ന് വീണ്ടും എങ്ങോട്ട് തിരിഞ്ഞു? സ്ട്രേറ്റ് പോവുകയാണ്. ദെൻ അവിടുത്തെ ക്രോസിംഗ് എത്തിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പാർക്കില് എത്തി. ഫൈനലി ഹി റീച്ച് ദ പാർക്ക്. ഓക്കെ, and Rajiv happy, we also happy. Rajiv is standing in the park for playing. Okay, and see here some steps are there അല്ലേ? ഇവിടെ എന്തൊക്കെയാണ്? നമ്മള് ഇപ്പൊ സ്ട്രേറ്റ് എന്ന് പഠിച്ചു. രാജീവ് നേരെ പോയി എന്ന് പറഞ്ഞു, പിന്നെ ലെഫ്റ്റ് ടേൺ എടുത്തു, വീണ്ടും നേരെ പോയി, ഫസ്റ്റ് ക്രോസിംഗ് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും പോയി. ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സാക്ട് പ്ലേസ് കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതിന്റെ ഇടയിൽ അല്ലേ? ഇത്രേ പറയുന്നുള്ളൂ. ജസ്റ്റ് ഐ ആം റീഡിങ് ദാറ്റ് while see write the steps of the other routes from Rajiv's house to the park. ഇനി ഈ ഒരു റൂട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പൊ നമ്മള് താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു പ്ലേസിൽ പോകണമെങ്കിൽ ഒരുപാട് റൂട്ട്സുകൾ, നമ്മൾ അതിൽ ഏറ്റവും എളുപ്പ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഈ പാർക്കിൽ വേറെ ഒത്തിരി വഴികളുണ്ട്, ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? രാജീവിന് നേരെ ഇങ്ങ് വരാം ഇല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് നടന്നിട്ട് അവിടെ നമ്മുടെ സ്കൂള് കാണുന്നുണ്ട്. ഓക്കെ,
അവിടെ സ്കൂളിന് അവിടെ എത്തി. സ്കൂളിന് അവിടെ നിന്ന് എത്തിയിട്ട് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ് എവിടെ വന്നു? ഇങ്ങനെ വരുവാണ്. വന്നിട്ട് ലെഫ്റ്റ് വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പാർക്കിലെത്തി, അവിടെ എത്തി. അപ്പൊ സോ മെനി വേസ് ആർ ദയർ ഇല്ലേ? ഏതാണോ അപ്പൊ നമുക്ക് ഏതാണോ എളുപ്പ വഴി അതിൽ കൂടെ നമ്മൾ. അപ്പൊ രാജീവിനും ഒരുപാട് വഴികളുണ്ട്, വേ ഉണ്ട്. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് ദ അതർ റൂട്ട്സ് ഫ്രം രാജീവ്സ് ഹൗസ് ടു ദ പാർക്ക്. ഇപ്പൊ പറയുന്നത് എന്താണ്? രാജീവിന് ഇനി പാർക്കിൽ പോകാൻ ഒരുപാട് പ്ലേസസ് ഉണ്ട്. വൈൽ റിട്ടേണിംഗ് ഫ്രം ദ പാർക്ക്, രാജീവ് സ്റ്റാൻഡ്സ് ഔട്ട്സൈഡ് ദ പാർക്ക് ഫേസിംഗ് ദ പെട്രോൾ പമ്പ്. കാണുന്നുണ്ടോ? ഇപ്പൊ രാജീവ് തിരിച്ചു വന്നപ്പോ അവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടു ഇല്ലേ? നോക്കിക്കേ, കണ്ടോ? ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ കയറി ചെന്നപ്പോഴേ പെട്രോൾ പമ്പ് കണ്ടു. അത് കഴിഞ്ഞിട്ടോ വിച്ച് ഈസ് ടുവേർഡ്സ് ഹിസ് നോർത്ത്, അത് നോർത്ത് സൈഡില. ഡയറക്ഷൻ 4 ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ദർ ഇസ് എ മിൽക്ക് ബൂത്ത് ടു ഇറ്റ്സ് ഈസ്റ്റ്. ഉണ്ട്, അവിടെ ഒരു മിൽക്ക് ബൂത്തും ഉണ്ട് ഈസ്റ്റില്. അപ്പൊ നോർത്തിലാണ് അല്ലേ എന്തോന്ന്? പെട്രോൾ പമ്പ്. അത് കഴിഞ്ഞിട്ട് വേറെന്താ? ദർ ഈസ് മിൽക്ക് ബൂത്ത് ടു ഹിസ് ഈസ്റ്റ്. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? ദ വെസ്റ്റ് ഈസ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ഹിസ് ബാക്ക് ഈസ് ഫേസിങ് സൗത്ത്. ആണല്ലോ? അപ്പൊ രാജീവ് ഈ മിൽക്ക് ബൂത്തിന്റെ അവിടെ അപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് മിൽക്ക് ബൂത്തിന്റെ അവിടെ. അപ്പൊ അത് ഈസ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നോർത്ത് ആണ്. അന്നേരം ബാക്ക് സൈഡ് എവിടെ വരും? രാജീവിന്റെ ബാക്ക് സൈഡ് ഫേസിങ് ടു സൗത്ത് അല്ലെ? ബാക്ക് ഈസ് ഫേസിങ് സൗത്ത്. മനസ്സിലായോ? ഇവിടെ നമ്മളിപ്പോ ഡയറക്ഷൻസ് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ? ലെഫ്റ്റ്, റൈറ്റ് അല്ലേ? പിന്നെ ടേൺ. പിന്നെ എന്തോ പഠിച്ചേ? നമ്മൾ ആ കാണുന്ന ആ വ്യൂ, അതായത് ഏതൊക്കെയാണ് ആ പ്ലേസസ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി എന്താ പറയുന്നത്? ചെക്ക് വെദർ ദ ഡയറക്ഷൻസ് ആർ റിട്ടൺ കറക്ട്ലി ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഇഫ് നോട്ട് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണേ. അതായത് രാജീവ്സ് ഹൗസ് ഈസ് ടു ദ നോർത്ത് ഓഫ് വെജിറ്റബിൾ ഷോപ്പ്. എവിടെയാ വെജിറ്റബിൾ ഷോപ്പ് ഉള്ളത്? നോർത്തില്. രാജീവിന്റെ ഹൗസ് വെജിറ്റബിൾ ഷോപ്പിന് നോർത്ത് ആണെന്നാ പറയുന്നത്. ആണോ? രാജീവ്സ് ഹൗസ് ടു ദ നോർത്ത് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ് ആണല്ലോ. രാജീവിന്റെ ഹൗസ് ഇപ്പുറത്തെ സൈഡിലല്ലേ വെജിറ്റബിൾ ഷോപ്പ്? നോർത്ത് സൈഡാണ്. ആൻഡ് ദ മിൽക്ക് ബൂത്ത് ഈസ് ടു ദ വെസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. മിൽക്ക് ബൂത്ത് എവിടെയാ? മിൽക്ക് ബൂത്ത് എവിടെയാണ്? നോക്കിയേ, മിൽക്ക് ബൂത്ത് എവിടെയാ? ഇനി താഴെയാ അല്ലേ? മിൽക്ക് ബൂത്ത് എവിടെയാ? വെസ്റ്റ് ഓഫ് വെജിറ്റബിൾ ഷോപ്പ്. വെജിറ്റബിൾ ഷോപ്പിന്റെ വെസ്റ്റ് ആണ്. ഇത് നോർത്ത്, നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താ? ആൻഡ് ദ മിൽക്ക് ബൂത്ത് ഈസ് ടു ദ വെസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. വെസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ് എവിടെയാ വെജിറ്റബിൾ ഷോപ്പ് ഉള്ളത്? വെജിറ്റബിൾ ഷോപ്പിന്റെ വെസ്റ്റിലാണോ? വെജിറ്റബിൾ ഷോപ്പിന്റെ വെസ്റ്റിലാണോ? സോ ദ വെസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. വെസ്റ്റിലാണോ? അല്ലല്ലോ, വെസ്റ്റിലല്ലല്ലോ, ഈ സൈഡിലല്ലേ. അന്നേരം വെജിറ്റബിൾ ഷോപ്പിന്റെ അവിടെ വെസ്റ്റിലല്ല അല്ലേ? ആൻസർ റോങ്. അത് ഏത് സൈഡിലാ? പിന്നെ ഈസ്റ്റ് സൈഡിലായിട്ട് വരും ഇല്ലേ? ഇല്ലേ? വെജിറ്റബിൾ ഷോപ്പിന്റെ അതല്ലേ സൗത്ത് എന്നും പറയാം. സൗത്ത് ആണ് എക്സാക്ട് ആയിട്ട് പറയേണ്ടത്. ഓക്കെ, സൗത്ത് സൈഡിലോട്ട് വരുന്നു. ഓക്കെ, ഹു ഈസ് ഡ്രോയിങ്? ഓക്കെ, ഇനി എന്താ പറയുന്നേ? ഇനി നോക്കിക്കേ, നെക്സ്റ്റ് പേജ് എടുത്തേ. നമ്മൾ ഇതിൽ വേറൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഓൺ റീച്ചിങ് ഹോം. അപ്പൊ രാജീവ് വീട്ടിൽ നിന്ന് എവിടെ പോയി? പാർക്കിൽ പോയി, കളിച്ചു കഴിഞ്ഞു. പോകുന്ന സമയത്ത് അവിടെ ഒന്നും നോക്കിയില്ല, ഒരു സ്ഥലത്ത് നോക്കാതെ നേരെ എവിടെയായിരുന്നു ഫോക്കസ്, എയിം എവിടെയായിരുന്നു? പാർക്കിൽ പോയി. പാർക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാ പെട്രോൾ പമ്പ് കണ്ടു, വെജിറ്റബിൾ ഷോപ്പ് കണ്ടു, പിന്നെ എന്താണ്? മിൽക്ക് ബൂത്ത് കണ്ടു. ഇതൊക്കെ. ഇനി എന്തോ ചെയ്യണം രാജീവിന്? തിരിച്ച് വീട്ടിൽ എത്തണ്ടേ? ആഫ്റ്റർ പ്ലേയിങ് വി ഹാവ് ടു റീച്ച്. ഓൺ റീച്ചിങ് ഹോം രാജീവ് ഗെറ്റ്സ് ബിസി വിത്ത് ഹിസ് എൻവയോൺമെന്റൽ സയൻസ് ഹോംവർക്ക്. സയൻസ് EVS ഹോംവർക്ക് ഉണ്ട്, EVSന്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതിൽ ധൃതിയായി. ഹി ഗോസ് ത്രൂ എ മാപ്പ് ദാറ്റ് ഷോസ് സം ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ. അപ്പൊ അത് സ്കൂളിൽ കൊടുത്ത ഒരു അസൈൻമെന്റാ. എന്താണ്? രാജീവ് ഈസ് നൗ ബിസി, ഹി ഈസ് ഗോയിങ് ത്രൂ എ മാപ്പ് then show some of the famous tourist places in India. See that map.
നിങ്ങൾക്ക് കാണുന്നുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? പേജ് നമ്പർ 70. ഓക്കെ, സോറി 71. കണ്ടോ? ഒരു ഇന്ത്യ ടൂറിസം മാപ്പ് എന്നുള്ള ഒരു മാപ്പ് കണ്ടില്ലേ? അതിൽ എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? കുറെ പ്ലേസസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഈസി വേ ഉണ്ട് കണ്ടുപിടിക്കാൻ. എന്താ പറയുന്നത്? ഇപ്പൊ രാജീവ് എന്തൊക്കെയാ കണ്ടത്? ഹി ഫൈൻഡ്സ് ദാറ്റ് ഡിഫറെന്റ് സിംബൽസ് ആർ ഡ്രോൺ നിയർ ദ നെയിംസ് ഓഫ് ഡിഫറെന്റ് സിറ്റീസ്. ഡിഫറെന്റ് സിംബൽസ് ആർ ഡ്രോൺ നിയർ ദ നെയിംസ് ഓഫ് ഡിഫറെന്റ് സിറ്റി. അപ്പൊ രാജീവ് ആ മാപ്പ് നോക്കിയപ്പോ ആദ്യം ഒന്നും ആ കോളത്തിൽ കണ്ടായിരുന്നോ? ഒരു അതിന് എഴുതിയിട്ടുണ്ട്. ദെൻ പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ട്, അത് ഹിൽ സ്റ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോഡി കാണിച്ചിട്ടുണ്ട്, അത് ബീച്ചസ്. പിന്നെ ഒരു സർക്കിൾ, ഒരു ഡാർക്ക് സ്പോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെന്താണ്? നാഷണൽ പാർക്ക്. അപ്പൊ ഈ സിമ്പൽ ഇതൊക്കെ കണ്ടിട്ട് രാജീവിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. നേരെ രാജീവ് അമ്മയോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദി സിംബൽസ് ഡ്രോൺ നിയർ ദ നെയിംസ് ഓഫ് ദി സിറ്റീസ്? അല്ലേ? അപ്പൊ രാജീവ് അമ്മയോട് ചോദിക്കുകയാണ്, മോം ഇതെന്തോ ഈ സിറ്റിയുടെ അടുത്തൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? അന്നേരം നമ്മൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ ചോദിക്കത്തില്ലേ? അപ്പൊ അമ്മ പറയുകയാണ്, രാജീവ് ലുക്ക് അറ്റ് ദ ബോക്സ് അറ്റ് ദ ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദ മാപ്പ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോ, ഇപ്പൊ നിങ്ങൾ പോലോട് കുഞ്ഞാണ് ആര്? രാജീവ്. അപ്പൊ ആ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് എന്തോട് മനസ്സിലാവില്ല. ദെൻ രാജീവ് ലുക്ക് അറ്റ് ദ ബോക്സ് അറ്റ് ദ ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദ മാപ്പ്. റൈറ്റ് കോർണറിൽ ഒരു സ്ക്വയർ കൊടുത്തേക്കുന്നവിടെ അവിടെ നോക്കൂ എന്ന് അമ്മ പറയുകയാണ്. അന്നേരം നിങ്ങൾ നോക്കണം അല്ലെ? നമുക്ക് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത് അവിടെ? ഇറ്റ് ഈസ് കോൾഡ് കീ. ഈ ബോക്സിന് എന്താണ്? ഈ ബോക്സിൽ കൊടുത്തിട്ടില്ലേ, ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ കീ. ഇതാണ് ആ മാപ്പ്. അപ്പൊ ഇതിലാണ് കീ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു സഹായിക്കുന്ന ഒരു എന്താണ്? ഒരു ഇൻഡെക്സ് അല്ലേ? ഇറ്റ് ടെൽസ് us the meaning of the different symbols drawn on the map. The symbols are used to show specific places like monuments, hill stations, etc. എന്ത് വേണോ കാണിക്കാം. For example, see that in this map the triangle symbol. Can you see ഒരു ട്രയാങ്കിൾ സിമ്പിൾ കാണുന്നില്ലേ? രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. ആ കീയില് എന്താണ്? അതാണ് ട്രയാങ്കിൾ സിമ്പിൾ. ഈസ് യൂസ് ടു ഷോ വെൽ നോൺ ഹിൽ സ്റ്റേഷൻ. അതിന്റെ സമീപത്ത് എഴുതിയിട്ടുണ്ടല്ലേ, അതിന്റെ അടുത്ത് എഴുതിയിരിക്കുകയല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡാർക്ക് കണ്ടാൽ നമ്മൾ എന്തോ മനസ്സിലാക്കണം? ഇത് ഹിൽ സ്റ്റേഷൻ റെപ്രസെന്റ് അല്ലെ? ഹിൽ സ്റ്റേഷൻസ് ആർ റെപ്രസെന്റിങ് ബൈ ദ സിംബൽ ഓഫ്, എവിടെ കിടക്കുന്നേ? ബൈ ദ സിംബൽ ഓഫ് ദാറ്റ് ഡാർക്ക് ട്രയാങ്കിൾ. അന്നേരം നോക്കിക്കേ, ദേ ഇവിടെ മേളിലുണ്ട്, ദേ ശ്രീനഗർ, മനാലി, ഷിംല, അതൊക്കെ ഹിൽ സ്റ്റേഷൻസ് ആണ്. പഞ്ച്ഗംഗ അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഹിൽ സ്റ്റേഷൻസ് ആണ്. അപ്പൊ അവിടെ ഒക്കെ ആ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ദേവി, ഹൂ ഈസ് ഡ്രോയിങ്? ദേവി. ഓക്കെ, then see, ഇനി എന്താ പറയുന്നേ? അപ്പൊ ഹിൽ സ്റ്റേഷൻ. അപ്പൊ ആ ഡാർക്ക് ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നത് എന്തോ ആണ്? ഹിൽ സ്റ്റേഷൻ. ഇനി അടുത്തതോ നോക്കിക്കേ, രണ്ടാമത് ആ സ്റ്റാർ കാണുന്നത് എന്താണ്? മോണുമെന്റ്സ്. മോണുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതന കാലത്തൊക്കെ പണ്ടുകൊണ്ടുള്ള കാലത്തൊക്കെ ഉള്ള ഓരോ അത് എന്താ പറയുന്ന അതിന് മലയാളം? മോണുമെന്റ്സ് എന്ന് പറഞ്ഞാല് ഈ വളരെ ഇതായിട്ടുള്ള സ്റ്റാച്യൂകളും അതൊക്കെ ഇല്ലേ, നമ്മുടെ സ്പെഷ്യൽ അവിടുത്തെ ഒരു സ്പെസിഫിക് ഒരു ഇതായിരിക്കും. ഓക്കെ, അതെന്താണെന്ന് നോക്കൂ. നമുക്കിത് ഇവിടെ നോക്കാം. ഏതിലാ മോണുമെന്റ്സ്? താജ്മഹൽ, എക്സാമ്പിൾ താജ്മഹൽ ഒരു മോണുമെന്റ്സ് ആണ് ഇല്ലേ? അങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള ബിൽഡിങ്സുകൾ ഇതേ നോക്കിക്കേ. ഇവിടെ അജന്ത എല്ലോറ ഗുഹകള്, ഉജ്ജയിൻ, ഖജുരാവോ, വാരണാസി, ഉദയ്പൂർ. കണ്ടോ സ്റ്റാർ ഒരുപാട് അടുത്തുണ്ട് അല്ലെ? ജയ്പൂർ, ജോധ്പൂർ, ആഗ്ര, ഡൽഹി. ആഗ്രയിലാണ് നമ്മുടെ താജ്മഹൽ. കുത്തബ് മിനാർ അവിടെ ഒക്കെ അതല്ലേ വേണ്ട? ഇതൊക്കെ പ്രധാന മോണുമെന്റ്സുകളാണ്. അപ്പൊ ഈ സ്റ്റാർ ഉള്ളിടത്തൊക്കെ മോണുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോവാം. എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഇതനുസരിച്ച് പോകണം. പക്ഷെ ജസ്റ്റ് ഈ റീഡിങ് മാപ്പിന്റെ സമയത്ത് നമുക്ക് അറിയാം ഈ പ്ലേസിൽ അവിടെ മോണുമെന്റ്സ് ഉണ്ട് ഇല്ലേ? ടൂറിസ്റ്റ് ഒക്കെ പോകുന്ന സമയത്ത്, നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെയാ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് നോക്കിക്കേ, വാട്ടർ ബോഡി, ഒരു വെള്ളത്തിന്റെ ഒരു വര പോലെ കാണുന്നതുണ്ടോ? അതെന്തോ ആണ്? ബീച്ചസ്. അതായത് അവിടെ സീഷോർ ആണ്, ബീച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സിമ്പൽ. അപ്പൊ വാട്ടർ ബോഡി പോലെ കാണിക്കുന്നത് ബീച്ചസ്. അതെവിടെയാ ഉള്ളത്? ഇപ്പോ
നോക്കിക്കേ, വാട്ടർ ബോഡീസ് എവിടെയുണ്ട്? സീ ദാറ്റ് കന്യാകുമാരി, വി ഓൾ നോ ദാറ്റ് അല്ലേ? അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്, കന്യാകുമാരിയിലെ ഫേമസ്. കന്യാകുമാരി അറിയാമല്ലോ. ഇനി എവിടെയാ ഉള്ളേ? ഗോവ, അവിടെ ഒരു ബീച്ച് ഉണ്ട് അല്ലേ? ഗോവയിലൊക്കെ ഫേമസ് ബീച്ച് അല്ലേ? പിന്നെ ഏതാ? നോക്കിക്കേ, വിശാഖപട്ടണം, അവിടെയൊക്കെ പോർട്ടൊക്കെ ഉള്ളത് വിശാഖപട്ടണം, അവിടെ ഉണ്ട്. ചെന്നൈ ഉണ്ട്, മറീന ബീച്ച്, ചെന്നൈ അല്ലേ? അപ്പൊ ഇതൊക്കെ ബീച്ചുകളാണ്. അപ്പൊ എന്താണ് ബീച്ചിന്റെ സിമ്പല്? വാട്ടർ ബോഡീസ് കാണിക്കുന്നതാണ്. വാട്ടർ ബോഡീസ് കാണിക്കുന്നതാണ് ഈ ബീച്ചിന്റെ സിമ്പൽ. ഇനി അടുത്ത് എന്താ കാണിക്കുന്നത്? സീ ദാറ്റ് നാഷണൽ പാർക്കിന്റെ സിമ്പൽ ആണ്. ഏത്? ആ സർക്കിൾ ഡോട്ട്, ഒരു സർക്കിൾ കാണുന്നില്ലേ, ഒരു ഡാർക്ക് ഡോട്ട് കാണുന്നില്ലേ? അതാണ് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് അവിടെ എവിടെയൊക്കെയാ ഉള്ളത്? ബന്ദിപ്പൂർ, പിന്നെ എവിടെയാ ഉള്ളെ? ബന്ദിപ്പൂറിലുണ്ട്. ദ്വാരക, ഗിർ ഗുജറാത്തില് ഗിർ വനങ്ങളിലല്ലേ, അവിടെയല്ലേ ലയണൊക്കെ കൂടുതൽ കാണുന്നത്. ദെൻ മൗണ്ട് അബു, പിന്നെയോ സരിസ്ക, കോർബറ്റ് നാഷണൽ പാർക്ക്, ദെൻ സി പഞ്ച്മറി, കാൻഹ, ഇങ്ങനെ ഒരുപാട്. ഗാങ്ടോ, ഡാർജിലിംഗ്, അതൊക്കെ ഹിൽ സ്റ്റേഷനാ അല്ലേ? കശ്രംഗ, ദെൻ കിബുൾ ലാംജോ, ജാംബോ, ഇതൊക്കെയാണ് എന്തോ നമ്മൾ പറഞ്ഞു വരുന്നത് നാഷണൽ പാർക്സ്. അപ്പൊ ഇപ്പൊ നമുക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ എന്താ ഇത് പറയുന്നത്? ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ മാപ്പ് റീഡിങ് എങ്ങനെയാണ്, എന്താണ് സ്കെയിലിംഗ്, അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഡിസ്റ്റൻസും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്? ഹൗ ടു മെഷർ ദാറ്റ് എക്സാക്ട് ലൊക്കേഷൻ കാണുന്നില്ലേ? പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ മാപ്പ് അല്ലെ, പാർക്കിൽ പോകുന്ന എക്സാക്ട് ലൊക്കേഷന്റെ ഇതില് കാണുന്നതിന് വേണ്ടിയും, പിന്നെ അതുപോലെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോവാം, ആ റൂട്ട് കണ്ടുപിടിക്കുക, റൂട്ട് മാപ്പ് ഉണ്ട്. പിന്നെ നമ്മള് വേൾഡ് മാപ്പ് കണ്ടു, വേൾഡ് മാപ്പിലെ സിറ്റീസ്, കൺട്രീസുകൾ കാണാം. പിന്നെ കൺട്രി മാപ്പ് കണ്ടു, കൺട്രിയിലെ എക്സാക്ട് ഫേമസ് സിറ്റീസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, കണ്ടുപിടിക്കുക. ആ സിറ്റീസിലുള്ള ലൊക്കേഷൻസ്, എക്സാക്ട് പ്ലേസസിന്റെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? റൂട്ട് മാപ്പ്. ഇന്നിപ്പോ രാജീവ് ഉപയോഗിച്ചത് റൂട്ട് മാപ്പ് എന്ന് പറയാം. അതായത് നമുക്ക് ഒരു പ്ലേസിലോട്ട് പോകണമെങ്കിലുള്ള എക്സാക്ട് റൂട്ട്, ആ റൂട്ടിൽ കൂടെയാണ് രാജീവ് പാർക്കിലെത്തി. വീടിൽ നിന്നും പാർക്കിലെത്തി, പാർക്കിന്റെ അപ്പുറം ഇപ്പുറം എന്താണെന്നുള്ളത് കണ്ടു, 4 ഡയറക്ഷൻസ് എന്താണെന്ന് കണ്ടു, ലെഫ്റ്റ്, റൈറ്റ്, ടേൺ, സ്ട്രെയിറ്റ്, അതെല്ലാം നമ്മൾ കണ്ടു, ബാക്ക് കണ്ടു. പിന്നെ അതെന്താ ഇപ്പൊ പറയുന്നത്? മാപ്പ് റീഡിങ്. മാപ്പ് റീഡിങ്ങിൽ മെനി സിമ്പിൾസ് ആർ. ഇനി വലിയ വലിയ മാപ്പുകളിൽ, വലിയ ക്ലാസ്സസിൽ നിങ്ങൾ ഒരുപാട് മാപ്പ് റീഡിങ്ങിൽ വരും. ഇനി എന്താ പറഞ്ഞേ? ഡു ഇറ്റ് യുവർ സെൽഫ്. സി, ഡ്രോ എ റൂട്ട് മാപ്പ് ഷോയിങ് ദ വേ ഫ്രം യുവർ ഹൗസ് ടു യുവർ സ്കൂൾ. ക്യാൻ യു? നിങ്ങൾക്കൊരു വർക്ക് തന്നേക്ക്. എന്താ തന്നേക്കുന്നേ? ഡ്രോ എ റൂട്ട് മാപ്പ് ഷോയിങ് ദ വേ ഫ്രം യുവർ ഹൗസ് ടു യുവർ സ്കൂൾ. നിങ്ങൾ എല്ലാവരും പോകുന്ന ബസ്സിൽ പോകുന്നവർ, ഇപ്പൊ ആരും പോകുന്നില്ല, ബട്ട് നോർമലി വി ആർ ഗോയിങ് ടു സ്കൂൾ അല്ലേ? അന്നേരം ആ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കാനാ പറയുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ് ഓൾ, ആൻഡ് യു ഹാവ് ടു റീഡ് ദിസ് ലെസൺ and find the answers, and next class we will discuss that the question and answer. And now you understood that. Hope so. All enjoy this class. Okay? Okay. Anyone has any doubt? ഇപ്പൊ മാപ്പ് റീഡിംഗ് അറിയത്തില്ലേ?